പത്തനംതിട്ട തിരുവല്ല കുറ്റൂരിൽ മണിമലയാറ്റിൽ മണൽപുറ്റ് നീക്കം ചെയ്യുന്നതിന് മറവിൽ മണൽ കൊള്ളയെന്ന് പരാതി. മണൽപുറ്റിനോട് ചേർന്നുള്ള മണൽ നീക്കം ചെയ്യാൻ മൈനർ ഇറിഗേഷൻ വകുപ്പ് അനുമതി നൽകിയിരുന്നു. 580 മീറ്ററിന് പകരം 1.5 കിലോമീറ്റർ ദൂരത്തിൽ മണൽ വാരുന്നതായാണ് പരാതി. പരാതിയുടെ അടിസ്ഥാനത്തിൽ തഹസിൽദാർ സ്ഥലത്തെത്തി. തിരുവല്ല കുറ്റൂർ തോണ്ടറ പാലത്തിന് സമീപം മണിമലയാറ്റിന്റെ മധ്യത്തിൽ മണൽപുറ്റ് നീക്കം ചെയ്യാനാണ് മൈനർ ഇറിഗേഷൻ വകുപ്പ് അനുമതി നൽകിയത്. മണൽപുറ്റിനോട് ചേർന്നുള്ള 580 മീറ്റർ ഭാഗത്തെ മണൽ നീക്കം ചെയ്യാനാണ് അനുമതി. എന്നാൽ കരാർ എടുത്ത കമ്പനി ഡ്രഡ്ജറുകളും ജെറ്റ് പമ്പും ഉപയോഗിച്ച് PVC പൈപ്പ് ലൈൻ സ്ഥാപിച്ച് 1.5 കിലോമീറ്റർ ദൂരത്തിൽ മണൽ വാരുന്നതായാണ് പരാതി ഉയർന്നത്. മൈനർ ഇറിഗേഷൻ ടെൻഡർ ചെയ്ത് ചെങ്ങന്നൂരുള്ള ഒരു കമ്പനിക്ക് കൊടുക്കുകയും ആ കമ്പനി 1/2 കിലോമീറ്റർ ദൂരത്തിലുള്ള മണലെടുക്കാനാണ് അനുമതി കൊടുത്തത്. പക്ഷേ ഇത് വേണ്ട 1 കിലോമീറ്റർ മുകളിൽ മണലെടുക്കുന്നതായിട്ടാണ് നമുക്ക് അറിവ് ലഭിച്ചത്. അതും പ്രത്യേകിച്ച് ആ മരങ്ങളൊക്കെ മാറ്റി പുറ്റ് നീക്കാതാണ് ഇതെല്ലാം ചെയ്യുന്നത്. അപ്പം പുറ്റ് അവിടെ നിലനിൽക്കുകയും മണൽ ഊറ്റിക്കൊണ്ട് പോകുന്ന ഒരു അവസ്ഥ ഇപ്പോൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. പ്രതിദിനം 50-ലധികം ലോഡ് ആറ്റുമണൽ ഇവിടെ നിന്നും കടത്തുന്നതായും പരാതിയുണ്ട്. ഏറ്റവും നല്ല മണലുള്ള പ്രദേശമാണ് മണിമലയാറ്റിലെ മണൽ എന്ന് പറയുന്നത്. മണൽ ഏറ്റവും കൂടുതൽ ഗുണനിലവാരമുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ മണൽ വാലിൽ മാത്രം ലക്ഷ്യമാക്കിക്കൊണ്ട് ഒരു ലോബി തന്നെ ഇനി പ്രവർത്തിക്കുകയും നമുക്കറിയാം ഇറിഗേഷൻ വകുപ്പിൽ ഉന്നതരുടെ ഇടപെടൽ തന്നെ ഇതിനകത്തുണ്ടായിട്ട് ഇനി ഒരു പ്രളയം ഉണ്ടായാൽ ഈ ആറിന്റെ ദിശ തന്നെ ചിലപ്പോൾ മാറിപ്പോൻ സാധ്യതയുണ്ട്. പരാതിയുടെ അടിസ്ഥാനത്തിൽ റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലം സന്ദർശിച്ചിരുന്നു. എന്നാൽ ഒരു നടപടിയും എടുക്കാതെ ഉദ്യോഗസ്ഥർ മടങ്ങിയതായും പരാതി ഉയർന്നു. അനധികൃത മണൽവാരൽ പാലത്തിനും ഭീഷണിയാണ്. തഹസിൽദാർ സ്ഥലത്തെത്തി പരിശോധന നടത്തി. കരാറുകാരന്റെ കൈവശമുണ്ടായിരുന്ന രേഖകൾ തഹസിൽദാർ പരിശോധിച്ചു. അനുവദനീയമായ അളവിൽ കൂടുതൽ മണൽ നീക്കം ചെയ്തിട്ടുണ്ടോ എന്ന് പരിശോധിക്കാൻ മൈനർ ഇറിഗേഷൻ സൂപ്രണ്ടിംഗ് ഓഫീസർക്ക് രേഖാമൂലം നിർദ്ദേശം നൽകിയതായി തഹസിൽദാർ പറഞ്ഞു. റിപ്പോർട്ടർ, പത്തനംതിട്ട.